അടുത്ത് നോക്കിയേ സബ് ഗ്രാഫ്. സബ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ സബ്സെറ്റൊക്കെ കേട്ടിട്ടില്ലേ? സെറ്റിൽ നിന്ന് നമ്മൾ സബ്സെറ്റുകൾ എഴുതത്തില്ലേ? അതുപോലെയുള്ള ഒരു ഗ്രാഫിൽ നിന്ന് നമ്മൾ സബ് ഗ്രാഫുകൾ ഫോം ചെയ്യും. അപ്പം സബ് ഗ്രാഫിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഞാൻ ഇവിടെ ദാണ്ട് എച്ച് വെച്ച് സബ് ഗ്രാഫിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പം എച്ച് സബ് ഗ്രാഫ് ആണെങ്കിൽ ജി എന്ന് പറയുന്നത് എന്തായിരിക്കും? സൂപ്പർ ഗ്രാഫ് ആയിരിക്കും. സെറ്റ്, സൂപ്പർ സെറ്റ്, സബ്സെറ്റ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? അതേ കൺസെപ്റ്റ് തന്നെ, ഗ്രാഫ് ആണെന്നേ ഉള്ളൂ ഇവിടെ. അതായത് ഇപ്പോൾ ഒരു ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സബ് ഗ്രാഫ് ഫോം ചെയ്യുമ്പം ആ എല്ലാ വെർട്ടെക്സും നമ്മൾ എടുക്കണമെന്നില്ല. അതിനാണല്ലോ ഒരു സബ് ഗ്രാഫ് എന്നുള്ളത്. അതിൽ ഏതെങ്കിലും ഒരു പാർട്ട് വെച്ചിട്ട് വേറൊരു ഗ്രാഫ് നമ്മൾ ഫോം ചെയ്യുമായിരിക്കും. അതായത് ഒരു ഗ്രാഫിൽ നിന്ന് വേറൊരു ഗ്രാഫ് നമ്മൾ ഫോം ചെയ്യുന്നു. അതാണ് സബ് ഗ്രാഫ്. നോക്കിക്കേ, ഈ ഒരു ഗ്രാഫ് നോക്കിക്കേ. ഇതിൻ്റെ സബ് ഗ്രാഫ് എനിക്ക് എങ്ങനെ എഴുതാം? എനിക്ക് എങ്ങനെ വേണമെങ്കിലും സബ് ഗ്രാഫ് ഉണ്ടാക്കാം അല്ലേ? ഇപ്പം ഞാൻ ദാണ്ട് ഇതെടുക്കാം. ഇതെന്താണ്? ഇത് എ, ഇത് സി, ഇത് ബി. ഇതൊരു സബ് ഗ്രാഫ് അല്ലേ? അതായത് ഈ ഗ്രാഫിൽ നിന്ന് ഞാൻ ഫോം ചെയ്ത വേറൊരു ഗ്രാഫാണിത്. അതായത് ഈ ഒരു പോർഷനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സബ് ഗ്രാഫാണ്. അപ്പോൾ എനിക്കിങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഈ ഒരു പോർഷൻ മാത്രം ഞാൻ എടുക്കുക. എ, ഇ, ഇത് ഡി, ഇത് സി. ഇതെന്താണ്? ഇതും ഒരു സബ് ഗ്രാഫാണ്. അടുത്ത് നോക്കിക്കേ, സ്പാനിങ് സബ് ഗ്രാഫ്. സ്പാനിങ് സബ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ അത് ഞാൻ ജസ്റ്റ് എൻ്റെ കൺസെപ്റ്റ് പറയാം, എന്നിട്ട് നമുക്ക് എക്സാമ്പിൾ നോക്കാം. അപ്പം സ്പാനിങ് സബ് ഗ്രാഫ് എന്ന് പറയുമ്പം എല്ലാ വെർട്ടെക്സും നമ്മൾ എടുക്കും, പക്ഷേ നമ്മൾ എല്ലാ എഡ്ജസും എടുക്കണമെന്നില്ല. അതായത് എഡ്ജസ് എന്ന് പറയുന്ന സെറ്റിലെ ഏതെങ്കിലും കുറച്ച് എഡ്ജസ് നമ്മൾ എടുക്കത്തുള്ളൂ. അതാണ് സ്പാനിങ് സബ് ഗ്രാഫ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇത് എൻ്റെ ഒരു ഗ്രാഫാണല്ലേ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് 2 സബ് ഗ്രാഫ് എടുക്കാം. ഓക്കെ, ഇതെൻ്റെ ഒരു സബ് ഗ്രാഫ് അല്ലേ, എ ബി സി. വേറൊരു സബ് ഗ്രാഫ് എടുക്കുക. ഇത് ഡി, ഇത് ഇ, ഇത് എഫ്. നോക്കിക്കേ, ഇതിൽ മൊത്തം എത്ര വെർട്ടെക്സ് ഉണ്ട്? 1 2 3 4 5 6. എത്ര വെർട്ടെക്സ് ഉണ്ട്? 6 വെർട്ടെക്സ് ഉണ്ട്. മൊത്തം എത്ര എഡ്ജസ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 അല്ലേ? അപ്പോൾ കാർഡിനാലിറ്റി ഓഫ് ഇ എന്ന് പറയുന്നത് 9 ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 6 വെർട്ടെക്സും 9 എഡ്ജസും ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ സബ് ഗ്രാഫ് എടുത്തു. ഇവിടെ മൊത്തം എത്ര വെർട്ടെക്സ് വന്നിട്ടുണ്ട്? വെർട്ടെക്സ് എല്ലാ വെർട്ടെക്സും വന്നില്ലേ? അപ്പോൾ 6 അല്ലേ? എഡ്ജസ് എത്ര വന്നിട്ടുണ്ടോ നോക്കിക്കേ. 1 2 3 4 5 6 അല്ലേ വന്നിട്ടുള്ളത്? അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? അതായത് ഇവിടുത്തെ വെർട്ടെക്സ് എല്ലാം അതുപോലെ വന്നിട്ടുണ്ട്, പക്ഷേ എഡ്ജസ് കണ്ടോ, ഇവിടെ 9 ആയിരുന്നു. ഇതിൻ്റെ സബ് ഗ്രാഫ് എടുത്തപ്പോൾ 6 ആയി. ഇങ്ങനെ എഡ്ജസ് നമുക്ക് കുറച്ചെടുക്കാം. വെർട്ടെക്സ് പക്ഷേ നമ്മൾ കറക്റ്റ് എത്ര വെർട്ടെക്സ് ഉണ്ടോ അതെത്ര എടുക്കണം. ഇങ്ങനെയുള്ള ഗ്രാഫിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പാനിങ് സബ് ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, വേറൊരു ഗ്രാഫാണിത്. ഈ ഗ്രാഫിൻ്റെ പേരെന്താണ്? പീറ്റേഴ്സൺ ഗ്രാഫ് എന്ന് പറയും. അതായത് മൊത്തം 10 വെർട്ടെക്സും 15 എഡ്ജസും വരുന്ന ഒരു ഗ്രാഫാണിത്. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ പേരാണ് പീറ്റേഴ്സൺ ഗ്രാഫ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഞാൻ തരുന്നൊരു ഹോംവർക്കാണ്, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. എന്താ ചെയ്യേണ്ടത്? ഇത് ഒരു സ്പാനിങ് സബ് ഗ്രാഫ് ഇതിൽ നിന്ന് കിട്ടുമോ, അതേപോലെ ഇതിൻ്റെ സബ് ഗ്രാഫുകളൊക്കെ ഒന്ന് വരച്ച് നോക്കണേ. ഒന്നുമില്ല, സിമ്പിളാണ്. എന്താണ്? സ്പാനിങ് സബ് ഗ്രാഫ് ആണെങ്കിൽ ഈ വെർട്ടെക്സ് എല്ലാം വരണം. ഈ അകത്ത് കൊടുത്തേക്കുന്നില്ല എ ബി സി, ഇതും വെർട്ടെക്സ് ആണ് കേട്ടോ. ഈ പുറത്തേക്ക് അകത്തേക്ക് വെർട്ടെക്സ് ആണ്. ഈ എല്ലാ വെർട്ടെക്സും വേണം. എഡ്ജസ് വേണം നിങ്ങൾക്ക് കുറച്ച് വരാം. പിന്നെ സബ് ഗ്രാഫുകൾ വരയ്ക്കാൻ അറിയാമല്ലോ. സബ് ഗ്രാഫ് ഇപ്പോൾ എനിക്ക് തണ്ടേ ഈ ഒരു പോർഷൻ മാത്രം സബ് ഗ്രാഫായിട്ട് വരയ്ക്കാം അല്ലേ? തണ്ടേ ഇങ്ങനെ, ഇതൊരു സബ് ഗ്രാഫാണ്. അല്ലെങ്കിൽ എനിക്ക് തണ്ടേ ഇങ്ങനെ വരയ്ക്കാം, ഇതൊരു സബ് ഗ്രാഫാണ്. പക്ഷേ ഇതൊന്നും എന്താണ്? ഒരു സ്പാനിങ് സബ് ഗ്രാഫ് അല്ല. ഇതിൽ നിന്നൊരു സ്പാനിങ് സബ് ഗ്രാഫ് കിട്ടുമോ എന്ന് നിങ്ങൾ നോക്കാം. അടുത്ത ടോപ്പിക്ക് നോക്കിയാൽ ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫ്. ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പം നോക്കി, ഒരു ഗ്രാഫ് വരയ്ക്കാം. ഞാൻ ഇങ്ങനൊരു ഗ്രാഫ് വരച്ചു. ഓക്കെ, ഇതെൻ്റെ എ, ഇത് ബി, ഇത് സി, ഇത് ഡി, ഇത് ഇ. ഇനി ഈ ഗ്രാഫിൽ നിന്ന് ഞാൻ എയും ഇയും റിമൂവ് ചെയ്യാം. എയും ഇയും ഞാൻ റിമൂവ് ചെയ്യാം. ഈ 2 വെർട്ടെക്സ് ഞാൻ റിമൂവ് ചെയ്യുമ്പോൾ എന്തുവാ? ഈ 2 വെർട്ടെക്സ് ഞാൻ റിമൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ എഡ്ജും ഞാൻ റിമൂവ് ചെയ്യണം. അതായത് ഈ എയും ഇയും റിമൂവ് ചെയ്യുവാണെങ്കിൽ ഇതുമായിട്ട് വരുന്ന എഡ്ജ് ഇതല്ലേ? അപ്പോൾ ഇതിനെ 2നെയും ഞാൻ കളയണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഗ്രാഫ് എങ്ങനെ വരും? ബി വരും, ഇവിടെ സി വരും, ഇവിടെ ഡി വരും അല്ലേ? ഇങ്ങനെ കിട്ടും ആ ഗ്രാഫ്. അത് എയും ഇയും എടുക്കുവാണെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന എഡ്ജിനെയും ഞാൻ ഒഴിവാക്കണം. അങ്ങനെയുള്ള ഗ്രാഫിനെ നമ്മൾ ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫ് എന്ന് പറയും. ഇനിയിപ്പോൾ ഞാൻ ദാണ്ടേ ഈ സി എനിക്കിപ്പോൾ റിമൂവ് ചെയ്യണം.
എന്ന് വെച്ചോ. ഇപ്പോൾ ഇവിടെ എയും ബിയും ഇയും ഡിയും എല്ലാം ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, അത് ഞാൻ ഈ സി മാത്രം റിമൂവ് ചെയ്യുവാണെങ്കിൽ ഈ സി ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഏതൊക്കെയാണ്? ഇവിടെ ഒരു എഡ്ജ് ഉണ്ട്, ഇവിടെ ഒരു എഡ്ജ് ഉണ്ട്, ഇത് രണ്ടും പോകണം. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫ് എങ്ങനെ വരും? ഇവിടെ എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്, ഇവിടെ ഇ ഉണ്ട്, ഇവിടെ ഡി ഉണ്ട്, ഇങ്ങനെ വരും അല്ലേ? അതായത് ഞാനൊരു വെർട്ടെക്സ് എടുക്കുകയാണെങ്കിൽ അതുമായിട്ട് നിൽക്കുന്ന എഡ്ജസും കൂടെ അങ്ങ് റിമൂവ് ചെയ്തേക്കണം. എന്നിട്ട് ബാക്കി എന്തോ വരുമോ അതായിരിക്കും ആ ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ജി എന്ന് പറയുന്ന ഒരു ഗ്രാഫ്, അതിൽ അത് G1, ഇത് G2 സബ് ഗ്രാഫുകളാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ യു എന്ന് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുക, കാരണം എപ്പോഴും വി അല്ലേ യൂസ് ചെയ്തത്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് സബ് ഗ്രാഫ് എന്ന് അറിയാൻ വേണ്ടി ഞാൻ യു വയ്ക്കുമെന്ന് വെച്ചു. അപ്പോൾ യുവിൻ്റെ അകത്ത് ഉള്ള ഏതൊക്കെയുണ്ട്? ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട് അല്ലേ? അടുത്ത U2 എത്ര ഉണ്ട്? എ ഉണ്ട്, ബി ഉണ്ട്, ഇ ഉണ്ട്, ഡി ഉണ്ട് അല്ലേ? അടുത്ത പറയുന്നത് സബ് ഗ്രാഫിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ്. നമ്മൾ കണ്ട പ്രോപ്പർട്ടീസൊക്കെ തന്നെയാണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി ആണ് പറയുന്നത് എവറി ഗ്രാഫ് ഈസ് ഇറ്റ്സ് ഓൺ സബ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ എന്താണ്ടേ ഈ ഒരു ഗ്രാഫിനെ നോക്കിയോ, ഇതൊരു ഇൻഡ്യൂസ് സബ് ഗ്രാഫിൻ്റെ ഗ്രാഫാണ്. അപ്പോൾ എന്താണ്ട് ഈ ഗ്രാഫ് നോക്കിക്കേ, ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ഇതിൻ്റെ തന്നെ ഒരു സബ് ഗ്രാഫാണ്. ഇതിനെ നമുക്കൊരു സബ് ഗ്രാഫ് എന്ന് പറയാം. ഇതൊരു ഗ്രാഫാണ്, ഈ ഗ്രാഫിനെ എനിക്ക് എന്താണെന്ന് പറയാം? ഒരു സബ് ഗ്രാഫാണെന്ന് പറയാം. അതാണ് ഫസ്റ്റ് പോയിന്റ്. അടുത്ത് നോക്കിക്കേ, എ സബ് ഗ്രാഫ് ഓഫ് എ സബ് ഗ്രാഫ് ഈസ് ഓൾസോ എ സബ് ഗ്രാഫ്. അതായത് ജി എന്ന് പറയുന്ന ഒരു ഗ്രാഫ് ഉണ്ടെന്ന് വെച്ചോ. ഈ ജി എന്ന് പറയുന്ന ഒരു ഗ്രാഫുണ്ട്. ഈ ഗ്രാഫിൻ്റെ ഒരു സബ് ഗ്രാഫാണ് എച്ച്. ഞാൻ സബ് ഗ്രാഫ് വരച്ചു. എന്നിട്ട് ഈ എച്ച് എന്ന് പറയുന്ന സബ് ഗ്രാഫിൽ നിന്ന് ഞാൻ വേറൊരു സബ് ഗ്രാഫ് വരയ്ക്കും, H1 എന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ H1 എന്ന് പറയുന്നത് ഈ ജി എന്ന് പറയുന്ന ഗ്രാഫിൻ്റെ സബ് ഗ്രാഫ് ആണോ? ആണല്ലോ, കാരണം ഈ ജി എന്ന് പറയുന്ന ഗ്രാഫിൽ നിന്നാണ് എച്ച് ഫോം ചെയ്തത്, ഈ എച്ചിൽ നിന്നാണ് H1. അങ്ങനെയാണെങ്കിൽ ഈ H1 എന്ന് പറയുന്നത് ഈ ജിയുടെ ഒരു സബ് ഗ്രാഫ് ആയിരിക്കും. അതാണ് സബ് ഗ്രാഫ് ഓഫ് എ സബ് ഗ്രാഫ് ഈസ് ഓൾസോ എ സബ് ഗ്രാഫ് ഓഫ് ജി എന്ന് പറയുന്നത്. പിന്നെ നോക്കിക്കേ, സിംഗിൾ വെർട്ടെക്സ് ഇൻ എ ഗ്രാഫ് ജി ഈസ് എ സബ് ഗ്രാഫ് ഓഫ് ജി. അതായത് ഒരു ഗ്രാഫിൽ ഒരു സിംഗിൾ വെർട്ടെക്സ് ഇങ്ങനെയൊക്കെ കിട്ടാമല്ലേ, അത് V1 എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ വന്നാലും ഇതും എന്താണ്? ഒരു സബ് ഗ്രാഫാണ്. ഈ ഒരു പോയിന്റ് നോക്കിക്കേ, എ ബി സി ഇതൊരു ഗ്രാഫ് അല്ലേ. ഇപ്പോൾ ഇതിന് ഞാൻ എന്താണ്ട് ഇങ്ങനെ വരയ്ക്കാമെന്ന് വെച്ചോ, ഇതെന്താണ്? ഒരു സബ് ഗ്രാഫാണ്. A single edge in G together with its end vertices is also a subgraph of G. അതാണ്ട് ഇങ്ങനെ എൻഡ് വെർട്ടിസസ് ഉള്ള ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നാൽ ഇതും എന്താണ്? ഒരു സബ് ഗ്രാഫ് ആണെന്നാണ് പറയുന്നത്. അടുത്ത് നോക്കിക്കേടാ, ഐസോമോർഫിസം. ഐസോമോർഫിസം എന്താണ്? ഞാൻ രണ്ട് ഗ്രാഫ് എടുക്കുക. G1 എന്ന് പറയുന്നത് V1 E1 ആണ്, G2 എന്ന് പറയുന്നത് V2 E2 ആണ്. അത് രണ്ടും എന്താണ്? അൺഡയറക്റ്റഡ് ഗ്രാഫ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഫംഗ്ഷൻ ഞാൻ പറയുമായിരുന്നു, V1 to V2 ഒരു ഫംഗ്ഷൻ പറയുവാണെങ്കിൽ ഇഫ് എഫ് എന്ന് പറയുന്നത് 1 1ഉം ഓൺ 2 ആണെങ്കിൽ അത് ഐസോമോർഫിസം ആണ്. അത് ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്തെ എന്താണ് പറയുന്നത് നോക്കിക്കേ, അപ്പോൾ അത് പറയുന്നത് എഫ് എന്ന് പറയുന്നത് 1 to 1 ആയിരിക്കണം, അതേപോലെ ഓൺ 2 ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇപ്പം 1 എന്ന് പറയുന്ന ഒരു സെറ്റിലെ ഞാൻ എയും ബി എന്ന് പറയുന്ന രണ്ടിത് എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഇമേജ് ആയിരിക്കണം എനിക്ക് അടുത്ത സെറ്റിൽ കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഒരു ഐസോമോർഫിക് ഗ്രാഫ് ആണെന്ന് പറയാം. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ, എഫ് ഓഫ് എ എഫ് ഓഫ് ബി ബിലോങ്സ് ടു E2. ഇത് പറയുന്നതെന്ന് വെച്ചാൽ ഇതൊരു വെർട്ടെക്സ് പ്രിസർവിങ് അതേപോലെ എഡ്ജ് പ്രിസർവിങ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡെഫിനിഷൻസ് ഒക്കെ ഇതേപോലെ തന്നെ പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇനി നമുക്കൊരു ഐസോമോർഫിസം ആണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? ഫസ്റ്റത്തെ കണ്ടീഷൻ നോക്കിക്കേ, ഓർഡർ ഓഫ് ഗ്രാഫ് സെയിം ആയിരിക്കും. അതായത് കാർഡിനാലിറ്റി ഓഫ് V1ഉം V2ഉം സെയിം ആണെങ്കിൽ അത് ഐസോമോർഫിസം ആണ്. അതേപോലെ സൈസ് ഓഫ് ദ ഗ്രാഫ് നോക്കണം രണ്ടാമത്. അതായത് സൈസ് എന്ന് പറയുമ്പോൾ എന്താണ്? എഡ്ജാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ E1ലെ എഡ്ജും E2ലെ എഡ്ജും സെയിം ആണെങ്കിൽ അത് ഐസോമോർഫിസം ആണ്. അതേപോലെ സെയിം ഡിഗ്രി സീക്വൻസ് ആയിരിക്കണം. സെയിം ഡിഗ്രി സീക്വൻസ് ഇപ്പോൾ ഇവിടെ 3 3 2 ആണെന്ന് വെച്ചോ ഡിഗ്രി വരുന്നത്. വേറൊരു ഇതിൽ 2 3 3 ആണെന്ന് വെച്ചോ ഡിഗ്രി വരുന്നത്. ഓക്കെ, സെയിം ഓർഡറിൽ വരണമെന്നില്ല, പക്ഷേ ഒരേ ഇതല്ലേ, ഇവിടെ 2 3 ഉണ്ട്, ഇവിടെ 2 3 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്, ഒരു 2 ഉണ്ട് അല്ലേ. അങ്ങനെ ഒരു സെയിം ഡിഗ്രി സീക്വൻസ് ആണെങ്കിൽ അത് ഐസോമോർഫിസം ആണ്. ലാസ്റ്റ് കണ്ടീഷൻ നോക്കിയേ, G1 G2 മാപ്പിംഗ് ഫങ്ഷൻസ് ആർ ബൈജക്ഷൻ. അങ്ങനെയാണെങ്കിൽ അതൊരു ഐസോമോർഫിസം ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഈ ഒരു ഗ്രാഫ് ഐസോമോർഫിക് ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പം ഐസോമോർഫിക് ആണോ അല്ലയോ ചെക്ക് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? ഓർഡർ സെയിം ആണോ എന്ന് നോക്കണം. ഓർഡർ എന്ന് പറഞ്ഞാൽ വെർട്ടെക്സ്. ഇവിടെ നോക്കിക്കേ, മൊത്തം എത്ര വെർട്ടെക്സ് ഉണ്ട്? 4 അല്ലേ? ഇവിടുത്തതോ? ഇവിടുത്തെ 4 അല്ലേ? ഇനി ഇതിനെ ഞാൻ V1 എന്ന് പറഞ്ഞ് വിളിക്കുക കേട്ടോ. ഇവിടെ ആദ്യത്തെ കണ്ടീഷൻ ഓക്കെ അല്ലേ? അതായത് നമ്മൾ ഓർഡർ നോക്കിയപ്പം ഇവിടെയും 4 ആണ്, ഇവിടെയും 4 ആണ്. രണ്ടാമത് എന്തുവാണ്? എഡ്ജസ് നോക്കുക. എഡ്ജസ് അതായത് നമ്മുടെ സൈസ്. ഇവിടെ നോക്കിക്കേ, 1 2 3 4. അപ്പോൾ ഇവിടുത്തെ എഡ്ജ് എത്രയാണ്? കാർഡിനാലിറ്റി ഓഫ് E എന്ന് പറയുന്നത് 4 ആണ്.
ഇവിടുത്തെ 1 2 3 4 അല്ലേ, അപ്പോൾ കാർഡിനാലിറ്റി ഓഫ് ഈ 4 കിട്ടി. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ ഓക്കെ അല്ലേ. ഇനി ഞാൻ ഡിഗ്രി നോക്കുക, ഓരോന്നിൻ്റെയും ഡിഗ്രി ഞാൻ എടുത്ത് നോക്കണം. അപ്പോൾ ഡിഗ്രി ഓഫ് V1 എത്ര? 2. ഡിഗ്രി ഓഫ് V2 അതും 2 ആണ്. ഡിഗ്രി ഓഫ് V3 അതും 2. ഡിഗ്രി ഓഫ് V4 നോക്കിക്കേ, അതും 2 ആണ്. ഡിഗ്രിയൊക്കെ നോക്കുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ? കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ പറയുക ഡിഗ്രി ഏതൊരു ഗ്രാഫ് എടുത്താലും നമ്മൾ ഡിഗ്രീനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലേ. അടുത്ത ഇവിടുത്തെ ഡിഗ്രി നോക്കിക്കേ, ഇവിടുത്തെ ഡിഗ്രി ഓഫ് V1 എത്ര? അതും 2 ആണ്. ഡിഗ്രി ഓഫ് V2 അതും 2 അല്ലേ, ഏതാണ്ടേ. ഡിഗ്രി ഓഫ് V3 അവിടെയും 2 ആണ്. ഡിഗ്രി ഓഫ് V4 എന്ന് പറയുന്നതും 2 ആണ്. ഇവിടെ ഞാൻ ഡാഷ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ V1 ഡാഷ്, V2 ഡാഷ്, V3 ഡാഷ്, V4 ഡാഷ്. ഓക്കെ, അപ്പം ഡിഗ്രീസും നമുക്ക് സെയിം കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇതൊരു ഐസോമോർഫിക് ഗ്രാഫാണെന്ന് മനസ്സിലായി. നമുക്ക് വേണമെങ്കിൽ ഈ വെർട്ടെക്സ് പ്രിസർവിങ് ഇതിൽ ചെയ്യാം. എങ്ങനെ? വെർട്ടെക്സ് പ്രിസർവിങ് ഒന്നുമില്ല. ഇപ്പം ഞാൻ V1 എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് ഇവിടെ എടുക്കുകയെന്ന് വെച്ചോ, അതുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന വെർട്ടെക്സ് ഏതാ? V2 V4. ഇവിടുത്തെ രണ്ടിൻ്റെ ഡിഗ്രി ഏതായിരിക്കും? ഇവിടെ 2 ആണ്, ഇവിടെ 2 ആണ്. V1ൻ്റെ ഡിഗ്രി ഓൾറെഡി 2 ആണ്. ഈ V4ൻ്റെ ഡിഗ്രിയും ഈ V2ൻ്റെ ഡിഗ്രിയും 2 ആണ്. അത് തന്നെയാണോ ഈ ഗ്രാഫിലെന്ന് നോക്കിയാൽ മതി. അതായത് ഇവിടെ ഞാൻ V1 അല്ലേ എടുത്ത്, ഈ V1 എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ അടുത്ത് നിൽക്കുന്ന രണ്ട് വെർട്ടെക്സ് ഇല്ലേ, അവരുടെയും ഡിഗ്രി ഇവിടെ കിട്ടിയ അതേ ഡിഗ്രി ആണോ നോക്കിയാൽ മതി. ഈ V2ൻ്റെ ഡിഗ്രി ഇവിടെ 2 ആണ്, ഇവിടുത്തെ V4ൻ്റെ ഡിഗ്രിയും 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് എനിക്ക് എന്തെന്ന് പറയാം? വെർട്ടെക്സ് പ്രിസർവിംഗ് എന്നും പറയാം. വെർട്ടെക്സ് പ്രിസർവ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇപ്പം ഞാനൊരു വെർട്ടെക്സ് എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ V1 എടുത്ത്, അപ്പോൾ ഇവിടെ V1 എടുക്കുകയാണെങ്കിൽ ഇതുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന രണ്ട് വെർട്ടെക്സ് ആണ് V4 V2. അത് രണ്ടും എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡിഗ്രി നോക്കണം, 2 ആണ്. ഇതിൻ്റെ ഡിഗ്രിയും 2 ആണ്. അതേപോലെ തന്നെയാണോ ഇവിടുത്തെ എൻ്റെ ഡിഗ്രീസ് സെയിം ആണോ നോക്കിയാൽ മതി. ഇവിടെയും 2 ആണ്, ഇവിടെയും 2 ആണ്. അപ്പോൾ നമുക്കിത് വെർട്ടെക്സ് പ്രിസർവിംഗ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് പറയാം? നമ്മൾ വെർട്ടെക്സ് പ്രിസർവിംഗ് ചെയ്ത് നോക്കി, അതേപോലെ ഈ കണ്ടീഷൻസ് എല്ലാം നോക്കി. ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലായി? ഇതൊരു ഐസോമോർഫിക് ഗ്രാഫാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇത് G1 എന്ന് പറയുന്ന ഗ്രാഫാണ്, ഇത് G2 എന്ന് പറയുന്ന ഗ്രാഫാണെങ്കിൽ G1 ആൻഡ് G2 ആർ ഐസോമോർഫിക്. G1 ആൻഡ് G2 ആർ ഐസോമോർഫിക് എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം. അടുത്ത ഈ ഗ്രാഫ് ഐസോമോർഫിക് ആണോ നോക്കിക്കേ. ഫസ്റ്റ് എന്തുവാ, ഞാനിതിൻ്റെ ഓർഡർ, അതായത് വെർട്ടെക്സ് സെയിം ആണെന്ന് നോക്കാം. അപ്പോൾ കാർഡിനാലിറ്റി ഓഫ് V എത്ര നോക്കിക്കേ? 1 2 3 4 അല്ലേ. ഇവിടുത്തെ കാർഡിനാലിറ്റിയോ 1 2 3 4 അല്ലേ. ഇനി ഞാൻ സൈസ് നോക്കുമോ, അതായത് എഡ്ജസ്, കാർഡിനാലിറ്റി ഓഫ് E. ഇവിടെ മൊത്തം എത്ര എഡ്ജസ് ഉണ്ട്? 1 2 3 4. അതും 4 ആണല്ലേ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ, ഇവിടെ 4 കിട്ടി, ഇവിടെയും 4 കിട്ടി. അടുത്ത സെക്കൻഡ് കണ്ടീഷനാണ്, ഇവിടെ എഡ്ജസ് 4 കിട്ടി. ഇവിടെ നോക്കിക്കേ, ഞാൻ എഡ്ജസ് എടുക്കുക. ഇവിടെ 1, ഇത് 2, ഇത് 3. ഇത് ഞാൻ എടുക്കാമെന്ന് കരുതും, പക്ഷേ ഇതെനിക്ക് എടുക്കാൻ പറ്റുമോ? ഈ എഡ്ജിൻ്റെ പ്രത്യേകത നോക്കിക്കേ, ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമല്ലേ. ഇവിടെ ഒരു വെർട്ടെക്സ് ഉണ്ടെങ്കിൽ ശരിയാ, എനിക്കിതിനെ എടുക്കാം. ഇത് ഇൻഫൈനൈറ്റായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമോ? അപ്പോൾ ഈ ഒരു എഡ്ജിനെ എനിക്ക് എടുക്കാൻ പറ്റുമോ? ഇങ്ങനൊരു ഇൻഫൈനൈറ്റ് ആയിട്ടുള്ളൊരു എഡ്ജ് കണ്ടാൽ അവിടെ നമ്മൾ എന്താണ്, ഇത് ഇൻഫൈനൈറ്റ് ആണ്, അതുകൊണ്ട് നമുക്കൊരിക്കലും ഈ ഒരു എഡ്ജിനെ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഐസോമോർഫിക് ആണോ അല്ലെന്ന് നമുക്ക് കിട്ടിയേ. കാരണം എന്താണ്, എഡ്ജസ് സെയിം അല്ല. ഇവിടെ 3 എഡ്ജസ് ഉണ്ട്, പക്ഷേ ഈ ഒരു എഡ്ജിനെ നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം ഇത് ഇൻഫൈനൈറ്റ് ആണ്. ഇൻഫൈനൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ എഡ്ജിനെ കൂട്ടാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് പറയാം? നോട്ട് ഇറ്റ് ഈസ് G1 ആൻഡ് G2 ആർ നോട്ട് ഐസോമോർഫിക്. എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം. ഡിഗ്രി നോക്കിക്കേ, 1 ആണ്, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 2 അല്ലേ. ഇവിടെ V1ൻ്റെ ഡിഗ്രി എത്രയാണ്? 3 ആണ്. V2ൻ്റെ ഡിഗ്രി 2 ആണ്. V4ൻ്റെ ഡിഗ്രി 1 ആണ്. V3യുടെ ഡിഗ്രി 1 ആണ്. ഡിഗ്രി സീക്വൻസ് സെയിം ആണോ നോക്കിയാൽ മതി. ഇവിടെ ഒരു 1 വന്നിട്ടുണ്ട്, ഇവിടെ ഒരു 1 വന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ ഒരു 2 വന്നിട്ടുണ്ട്, ഇവിടെ ഒരു 2 വന്നിട്ടുണ്ട്, ഇവിടെ ഒരു 3 വന്നിട്ടുണ്ട്, ഇവിടെ ഒരു 3 വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താണ് വന്നേക്കുന്നത്? ഇവിടെ ഒരു 1 വന്നേക്കുന്നത്. അപ്പോൾ ഡിഗ്രി സീക്വൻസ് തെറ്റി. അപ്പോൾ എന്ത് പറയാം? ഇതൊരു ഐസോമോർഫിക് ഗ്രാഫല്ലെന്ന് പറയാം. അപ്പോൾ ഡിഗ്രി സീക്വൻസ് കണ്ടോ, ഇവിടെ V1 1 ആയതുകൊണ്ട് ഇവിടെ V1 1 തന്നെ വരണമെന്നല്ല, സീക്വൻസ് സെയിം ആയാൽ മതി. ഇവിടെ 1 വന്നു, ഇപ്പോൾ ഇവിടെ 1 വേണം, എവിടെയെങ്കിലും 1 വേണം. ഓക്കെ, ഉണ്ട്.
ഇവിടെ 2 വന്നു. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു 2 കാണണം. ഓക്കെ, ഉണ്ട്. 3 വന്നു, ഇവിടെ 3 ഉണ്ട്. പിന്നെ ഒരു 2 വന്നേക്കുന്നത്, അത് ഇവിടെ ഇല്ല. അതിന് പകരം ഇവിടെ വന്നേക്കുന്നത് 1 ആണ്. അതുകൊണ്ട് ഇവിടെ ഡിഗ്രി സീക്വൻസും തെറ്റിപ്പോയി, അതേപോലെ എഡ്ജസും നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് എന്താണ് ഈ ഗ്രാഫ് നോട്ട് ഐസോമോർഫിക് എന്ന് പറയാം. അടുത്ത് നോക്കിക്കുക, റെഗുലർ ഗ്രാഫ് എന്താണ്? റെഗുലർ ഗ്രാഫ് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പം സിമ്പിൾ ഗ്രാഫ് ആയിരിക്കണം, അതായത് ലൂപ്സോ പാരലൽ എഡ്ജസോ ഒന്നും കാണാൻ പാടില്ല. അതിനാണല്ലോ ഒരു സിമ്പിൾ ഗ്രാഫ് എന്ന് പറയുന്നത്. എല്ലാത്തിൻ്റെ ഡിഗ്രി സെയിം ആണെങ്കിൽ അതിനെ നമുക്ക് റെഗുലർ ഗ്രാഫ് എന്ന് പറയാം. അപ്പം ഞാൻ എന്താണ്ട് ഈ ഒരു ഗ്രാഫ് എടുക്കുക, ഇതിൻ്റെ ഡിഗ്രി 2 ആണ്, ഇതിൻ്റെ ഡിഗ്രി 2 ആണ്, ഇതിൻ്റെ ഡിഗ്രി 2 ആണ്. ഓക്കെ, ഇവിടെ എടുക്കുമ്പോഴും ഇതിൻ്റെ ഡിഗ്രി 2, ഇതിൻ്റെ ഡിഗ്രി 2, ഇതിൻ്റെ ഡിഗ്രി 2, ഇതിൻ്റെ. അപ്പോൾ ഇതെന്താണ്? ഒരു റെഗുലർ ഗ്രാഫാന്ന് പറയാം. ഇനി നോക്കിക്കേ, ഇതൊരു 3 റെഗുലർ ഗ്രാഫാണ്. അതായത് ഞാൻ ഏതൊരു വെർട്ടെക്സ് എടുത്താലും അവിടുത്തെ ഡിഗ്രി 3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്കതിന് 3 റെഗുലർ ഗ്രാഫ് എന്ന് പറയാം. അപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ ഒരു n ആണെങ്കിൽ, ഒരു n ഡിഗ്രി ഉള്ള ഗ്രാഫ് ആണെങ്കിൽ അതിനെ എനിക്ക് എന്തെന്ന് പറയാം? n റെഗുലർ ഗ്രാഫ് എന്ന് പറയാം. അതാണ് സിമ്പിൾ കൺസെപ്റ്റ്. അപ്പോൾ നമ്മുടെ ഗ്രാഫ് തിയറിയിലെ ഫസ്റ്റ് മൊഡ്യൂളായ ഇൻട്രൊഡക്ഷൻസ് ടു ഗ്രാഫ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും ടോപ്പിക്സാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഇപ്പം ഒരുപാട് പേർക്ക് ഈ സമയത്ത് സീരീസൊക്കെ നടക്കുകയെന്നറിയാം. അപ്പോൾ സീരീസിന് മുന്നേ തന്നെ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുമെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇപ്പം പലർക്കും പല ടൈമിലാണ് സീരീസ് നടക്കുന്നത്. ഇപ്പോൾ സീരീസ് തുടങ്ങിയവരുണ്ട്, അതേപോലെ ഇനി നടക്കാൻ പോകുന്നവരുണ്ട്. അപ്പം സെക്കൻഡ് മൊഡ്യൂൾ ഒരിക്കലും നമുക്ക് ആ ഒരു ടൈം ഗ്യാപ്പിൽ എല്ലാ ടോപ്പിക്സും എടുത്ത് തീരാനുള്ള ടൈം എന്തായാലും നമുക്കില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് മൊഡ്യൂൾ അടിപൊളിയായിട്ട് സെറ്റാക്കാം. എന്തായാലും യൂണിവേഴ്സിറ്റി എക്സാമിന് മുന്നേ തന്നെ എല്ലാ ടോപ്പിക്സും തരുന്നതായിരിക്കും കേട്ടോ. എല്ലാ മൊഡ്യൂൾസും മാക്സിമം തരാം. സീരിയസ് എക്സാം ആയതുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ് കുറച്ചൊരു 10 ക്വസ്റ്റ്യൻസ് എടുത്തത്. ഇതിന് ചോദിക്കണമെന്നില്ല, പല കോളേജസിനും പല രീതിയിലാണ് ക്വസ്റ്റ്യൻ ഇടുന്നത്. കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്നൊക്കെ ആയിരിക്കും ഇടാൻ ചാൻസ്. അപ്പം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ലോണം നോക്കുക. അതേപോലെ ഈ ഒരു 10 ക്വസ്റ്റ്യൻസും കൂടെ പഠിച്ചിട്ട് പോവുക കേട്ടോ. ഫസ്റ്റ് മൊഡ്യൂൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ഡെഫിനിഷൻസ് എല്ലാം അതേപോലെ പഠിക്കുക, എല്ലാ ഡെഫിനിഷൻസും പഠിക്കുക. അതിനെല്ലാം ഒരു എക്സാമ്പിൾ, അതായത് ഇപ്പം ഒരു ബൈപാർട്ടഡ് ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ അത് ബൈപാർട്ടഡ് ആണ് എന്നറിയിക്കുന്ന ഒരു എക്സാമ്പിൾ അറിഞ്ഞിരിക്കണം, ബൈപാർട്ടഡ് അല്ല എന്നറിയുന്ന ഒരു എക്സാമ്പിൾ അറിഞ്ഞിരിക്കണം. എല്ലാത്തിനും ഒരു 2 എക്സാമ്പിൾ വെച്ച് പഠിച്ചു വയ്ക്കുക, ആണെന്നും അല്ലെന്നും ഒക്കെ അറിയുന്നത്. അതേപോലെ ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ കണ്ടോ, ഐസൊലേറ്റഡ് വെർട്ടെക്സ്, പെൻഡൻറ്റ് വെർട്ടെക്സ്, ഈവൻ വെർട്ടെക്സ്, ഓഡ് വെർട്ടെക്സ് ഒക്കെ ഒരു ഗ്രാഫിൽ കാണിക്കണം. ഇതെല്ലാം ഉണ്ടെന്ന്. അപ്പോഴത്തേക്ക് നിങ്ങൾ എല്ലാ എക്സാമ്പിൾ വെച്ച് പഠിച്ചാലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ ഈ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം, ഇത് നമ്മൾ നോക്കിയതാണ്. ഇതിൽ ഒരു ഹാമിൽട്ടോണിയൻ സർക്യൂട്ട് ചോദിക്കുന്നുണ്ട്. ഹാമിൽട്ടോണിയൻ ഗ്രാഫ്സിനെയൊക്കെ കുറിച്ച് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. പക്ഷേ നമ്മൾ അതിൻ്റെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രാഫ് ഞാൻ കാണിച്ചില്ലേ, ഷോർട്ടസ്റ്റ് പാത്ത്, അതാണത് ഹാമിൽട്ടോണിയൻ സർക്യൂട്ടിൽ റിലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്ന ഒരു ഗ്രാഫായിരുന്നു അതും. അത് എഴുതിയാൽ മതി. അപ്പോൾ ഡെഫിനിഷൻസ് എല്ലാം പഠിക്കുക. പിന്നെ അതേപോലെ തിയറംസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതാം, പക്ഷേ കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. അത് നിങ്ങൾക്ക് എക്സാമ്പിൾ വെച്ചിട്ട് ആ എക്സാമ്പിൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആ തിയറം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.